വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കാടിറങ്ങുന്ന വന്യതയിൽ പ്രതിഷേധം പുകയുന്നതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. ബേലൂർ മഖ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധി 7:45 ചാലിഗദ്ദയിലെത്തി. ബേലൂർ മഖ്ന എന്ന കൊലയാളി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യമെത്തിയത്. ഞാൻ രാഹുൽ ഗാന്ധിനോട് അന്ന് പറഞ്ഞ ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞ എനിക്ക് ആ സോൻ ചേച്ചിക്ക് പറ്റിയാണെങ്കിൽ ഇനി ആർക്കും വരലെന്നും കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എന്നാ സഹായം വേണേ നമുക്ക് സഹായം വേണേ ചെയ്തു തരാമെന്നും പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച PV പോളിന്റെ പാക്കത്തെ വീട്ടിലും ആശ്വാസവുമായി രാഹുലെത്തി. ചികിത്സിക്കുന്നതിൽ വീഴ്ചയെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. വീടിന്റെ കാര്യം, കൊച്ചിന്റെ വിദ്യാഭ്യാസം, ഈ കുടുംബത്തെ ചെലവല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ്. ഇപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോകണം മുന്നോട്ട് പോകാം. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിൽ അലഹബാദിലേക്ക് പോയി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുള്ള രാഹുലിന്റെ മണ്ഡല സന്ദർശനം. 24 വയനാട്. വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി MPയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളുമായി സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാരമായി സ്വന്തം മണ്ഡലത്തിൽ പോകുന്നതിനു പകരം രാഹുൽ ഗാന്ധി സജീവമായി ഇടപെടണമെന്ന് V മുരളീധരൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ, DFO, SP തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് നീണ്ടുപോകുന്നത് ഗൗരവകരമാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീണ്ടും ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. I tried to call the Chief Minister this morning. He is not available, so I'm looking forward to calling him and having this conversation with him. Because I would also like to apprise him directly of what the people of Wayanad are going through. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് നടപ്പാക്കുന്നതിനുള്ള സമ്മർദ്ദം കേരള സർക്കാരിന്മേൽ ചെലുത്താൻ MPക്ക് കഴിയണമെന്ന് V മുരളീധരൻ പറഞ്ഞു. നമ്മുടെ വയനാട് MP ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം? ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു MP നോക്കേണ്ടത്. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ പുലർച്ചെ റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, MLAമാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്ന വീണ്ടും കേരള കർണാടക അതിർത്തിയിലെത്തി. ഇന്ന് ഉച്ചയോടെ കർണാടകയുടെ ഭാഗമായ നാഗർഹോള വനത്തിലായിരുന്നു ആന. സഞ്ചാരദിശ കർണാടക വനത്തിലേക്കായിരുന്നു. ആന കൂടുതൽ ഉൾക്കാട്ടിലേക്ക് നീങ്ങിയേക്കുമെന്ന നിഗമനങ്ങൾക്കിടെയാണ് വീണ്ടും മടക്കം. ഇന്ന് രാവിലെ ലഭിക്കുന്ന സിഗ്നൽ അനുസരിച്ചാകും 9ാം ദിവസത്തെ ദൗത്യം. വയനാട് പുൽപ്പള്ളിയിൽ വന്യജീവി ശല്യത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കുറിച്ചിപ്പറ്റ സ്വദേശി ഷിജു കാഞ്ഞിരത്തിങ്കൽ, പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ച കേസിലാണ് നടപടി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാനാണ് നിർദ്ദേശം. പാലക്കാട് ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയെന്ന് നാട്ടുകാർ. പ്രദേശത്ത് പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഇതേ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പശുവിനെ കാണാത്തതിനെ തുടർന്ന് മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീൻ നടത്തിയ പരിശോധനയിൽ തോട്ടിൻകരയിൽ പുലി പശുവിനെ ഭക്ഷിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത്. ഷംസുദ്ദീനെ കണ്ടതോടെ പുലി പശുവിനെ ഉപേക്ഷിച്ച് മറഞ്ഞു. നേരത്തെ ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു.
അന്നു മേഖലയിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ പുലി പിടിയിലാകുമായിരുന്നുവെന്ന് ഷംസുദ്ദീൻ പറയുന്നു. കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന് പട്ടിയെ പിടിച്ചിട്ട് പോയി പുലി. എന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ RRTയെ വിളിച്ചറിയിച്ചു. മറ്റേ അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അന്ന് ഈ കൂട് ഇവർ അനാസ്ഥ കാണിക്കാതെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചാണെങ്കിലൊന്നും ഇത് സംഭവിക്കില്ലായിരുന്നു. കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ധോണിയിൽ പുലിയുടെ സാന്നിധ്യം കൂടി നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനംവകുപ്പിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വനത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന മൂടിക്കും സൗകര്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ടെന്നിരിക്കെ വന്യമൃഗങ്ങളെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പ് RRT സംഘങ്ങൾ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനം. 24 പാലക്കാട്. കണ്ണൂരിൽ ഗവർണർക്ക് നേരെ SFI പ്രതിഷേധം. മട്ടന്നൂരിലും ഇരിട്ടിയിലും SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ DYFI പ്രവർത്തകർ ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. മട്ടന്നൂർ വിമാനത്താവളത്തിലെത്തി റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവിധയിടങ്ങളിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. മട്ടന്നൂർ ടൗണിൽ SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുന്ന സാഹചര്യമുണ്ടായി. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ പോലീസ് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കയറ്റി മുഴുവൻ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പെട്ടെന്ന് സംഘടിച്ചെത്തിയ DYFI പ്രവർത്തകർ പോലീസ് വാഹനം, അതായത് പോലീസ് ജീപ്പും പോലീസ് ബസ്സും തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. SFI നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ അകാരണമായി പോലീസ് സംഘം മർദ്ദിച്ചു എന്ന് ആരോപിച്ചായിരുന്നു DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. പിന്നീട് കസ്റ്റഡിയിലെടുത്ത SFI നേതാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ഈ വാഹനം നീങ്ങുന്നതിനിടെ ബലം പ്രയോഗിച്ച് DYFI പ്രവർത്തകർ പുറത്തിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ടൗണിൽ മട്ടന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഈ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയ SFIയുടെ ഒരു പ്രവർത്തകൻ പോലും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലില്ല. മുഴുവൻ പേരെയും DYFI പ്രവർത്തകർ മട്ടന്നൂരിൽ നിന്ന് തന്നെ, മട്ടന്നൂർ ടൗണിൽ നിന്ന് തന്നെ പോലീസ് വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ കേന്ദ്ര ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായതാണ്. അത്തരമൊരു പശ്ചാത്തലമുണ്ട്. അതിനിടെയാണ് ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുകയും അതിനിടെ ഇത്തരം സംഭവ വികാസങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. തുടർന്ന് ഗവർണറുടെ വാഹനത്തിന് നേരെ ഇരിട്ടിയിലും പേരാവൂരിലും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. നാളെ വയനാട്ടിലേക്ക് ഗവർണർ പോകുന്നതിനിടെയാണ് ഈ പ്രതിഷേധങ്ങൾ, SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. കേരള സർവകലാശാല സെനറ്റ് യോഗം ചാൻസലറായ ഗവർണർ റദ്ദാക്കിയേക്കും. ഇക്കാര്യത്തിൽ ചാൻസലർ നിയമോപദേശം തേടി. സെനറ്റ് യോഗം സംബന്ധിച്ച് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഗവർണർക്ക് വിശദീകരണം നൽകി. ഇതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ക്രിമിനൽ പരാമർശവുമായി ഗവർണർ രംഗത്തെത്തി. മറുപടി പറഞ്ഞ് തന്റെ നിലവാരം കളയാനില്ലെന്നായിരുന്നു മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. കേരള സർവകലാശാല സെനറ്റ് യോഗം ഗവർണറും സർക്കാരും തമ്മിലുള്ള പുതിയ പോർമുഖം തുറക്കുകയാണ്. സെനറ്റ് യോഗം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇത് റദ്ദാക്കാനുള്ള നടപടികൾ രാജ്ഭവൻ പരിഗണിക്കുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമോപദേശം തേടി. മിനിറ്റ്സ് ഒപ്പിടേണ്ടത് മന്ത്രിയല്ലെന്നും VC ആണെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ രാജ്ഭവനിലെത്തി സെനറ്റ് യോഗത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഇടപെടലിനെ നിയമപരമായി നേരിടാനും രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഗവർണർ ക്രിമിനൽ പരാമർശം നടത്തിയത്. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. ഗവർണറുടെ പരാമർശത്തിന് മറുപടി പറഞ്ഞ് തന്റെ നിലവാരം കളയില്ലെന്ന മന്ത്രി R ബിന്ദു. ഗവർണർ എല്ലാവരെയും ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗവർണറുടെ നോമിനികളായ 11 അംഗങ്ങൾ ഗവർണർക്ക് പരാതി നൽകി. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സർവകലാശാലയുടെ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധികാര ദുർവിനിയോഗം കാണിച്ചതാണ്.
അത് അന്വേഷിക്കണമെന്നും ആ യോഗം അസ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് പ്രധാനമായിട്ടും ഞങ്ങളിത് കൊടുത്തത്. മന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട്. സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. ചണ്ഡീഗഡ് മേയർ സ്ഥാനം രാജിവെച്ച് BJP നേതാവ് മനോജ് സോങ്കർ. മേയർ തെരഞ്ഞെടുപ്പിന് എതിരായ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കവെയാണ് നീക്കം. കേസ് നേരത്തെ പരിഗണിച്ച സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വരണാധികാരി ഇന്ത്യ മുന്നണിയുടെ 8 വോട്ട് അസാധുവാക്കിയതിനെ തുടർന്നാണ് BJPയുടെ മനോജ് സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തിരികെ വാർത്തയിലേക്ക്. മലയാളി ബിസിനസ് ഫോറം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബഹ്റൈൻ ബിസിനസ് ഹബിൽ നടത്തിയ പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബിസിനസ് ഹബിൽ നടത്തിയ ബോധവൽക്കരണം ശ്രദ്ധേയമായി. ബഹ്റൈൻ സ്വദേശികളായ ഡോക്ടർ അബ്ദുൾ റഹിമാൻ അൽ ഗരീബും ഫഹദ് അൽ ഗരീബും സംയുക്തമായാണ് അവതരണം നടത്തിയത്. ഉറക്കമില്ലായ്മ മൂലമാണ് ഇന്ന് ലോകത്ത് മാനസിക പിരിമുറുക്കവും തളർച്ചയും ഹൃദയസ്തംഭനവും സ്ട്രോക്കും കൂടുതൽ അപകടകാരിയായി ജീവിതത്തിൽ കടന്നുവരുന്നതെന്നും ജീവിതത്തിന് കൃത്യമായ ചിട്ടയില്ലെങ്കിൽ ജീവനേറെ വില നൽകേണ്ടി വരുമെന്നും ഡോക്ടർ അബ്ദുൾ റഹിമാൻ അൽ ഗരീബ് അറിയിച്ചു. കച്ചവട രംഗത്തുള്ളവർ കച്ചവട സംബന്ധമായ മാനസിക പ്രശ്നങ്ങൾ മൂലം ഉറക്കം നഷ്ടപ്പെട്ടവരാണ്. ഇതിനു പരിഹാരം ജീവിതശൈലിയിൽ കാതലായ മാറ്റം വരുത്തുകയാണെന്നും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉല്ലാസത്തിനും ഒത്തുചേരലുകൾക്കും സമയം കണ്ടെത്തണമെന്നും ഫഹദ് അൽ ഗരീബ് വ്യക്തമാക്കി. BMBF ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിസിനസ് ഹബ് ഡയറക്ടർമാരായ അലി മക്കി, ജലീൽ, സനത് CEO സഹല, സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. വിശിഷ്ടാതിഥികളെ BMF-നും ബിസിനസ് ഹബിനും വേണ്ടി ചടങ്ങിൽ ആദരിച്ചു. 24 ന്യൂസ് ബഹ്റൈൻ. സൗദിയിലെ ജിസാൻ KMCCയുടെ 30ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒറിസോൺ സമാപിച്ചു. ജിസാൻ ഫുക്ക മറീന ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം KMCC സൗദി നാഷണൽ പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് കല്ലായി അധ്യക്ഷനായി. ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. അഹമ്മദ് പാളയാട്ട്, CK ഷാക്കിർ, MA അസീസ്, ഗഫൂർ വാവോർ, ഖാലിദ് പട്ടേൽ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സുരക്ഷാ പദ്ധതി കോർഡിനേറ്റർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷംസു പൂക്കോട്ടൂർ സ്വാഗതവും ഡോക്ടർ മൻസൂർ നാലകത്ത് നന്ദിയും പറഞ്ഞു. വയനാട് മുട്ടിൽ യതീംഖാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച MA ജമാൽ സാഹിബിനെ അനുസ്മരിച്ചു. സൗദിയിലെ ഖമീഷ് മുഷൈത്തിൽ നടന്ന ചടങ്ങിൽ ജമാൽ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി റസാഖ് കിണാശ്ശേരി രചനയും സംവിധാനവും നിർവഹിച്ച ജമാലുപ്പ എന്ന ആൽബം പ്രകാശനം ചെയ്തു. യതീംഖാന ഖമീഷ് മുഷൈത്ത് വെൽഫെയർ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ മമ്മൂട്ടി ഹാജി, മുജിബിർ റഹ്മാൻ ഫൈസി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സലീം കൽപ്പറ്റയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ജലീൽ കാവനൂർ ഉദ്ഘാടനം ചെയ്തു. ആൽബം തയ്യാറാക്കിയ റസാഖ് കിണാശ്ശേരി ചടങ്ങിൽ ആദരിച്ചു. അഷ്റഫ് കുറ്റിച്ചൽ, മെഹസൂം, സാദിഖ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. BJP നേതാവ് ഷോൺ ജോർജിനെതിരെ കേസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് നടപടി. എക്സാലോജിക്കിനെതിരായ കേസിൽ അന്വേഷണം പൂർത്തിയാകും വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI അന്വേഷണത്തിന് 8 മാസം കാലാവധി നൽകിയത് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വേണ്ടിയാണെന്നും VD സതീശൻ ആരോപിച്ചു. CPIM-ൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. വീണയ്ക്കെതിരായ കേസിനെ ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾ വരാത്തത് ഇതിന് തെളിവാണ്. CPIM-ഉം BJP-യും കേരളത്തിൽ പരസ്പര ധാരണയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും K സുധാകരൻ പറഞ്ഞു. മാസപ്പടി കേസിൽ SFIO അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് CPI-ൽ നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത്. CPM-ലെ പിണറായി യുഗത്തിന് ഇതൊരു അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടി വീണ് പ്രതിരോധം തീർക്കുന്ന CPM നേതാക്കന്മാരെ ഇപ്പൊ കാണാനേ ഇല്ല. CPM-ൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ സൂചനയായി ഞങ്ങൾ അതിനെ വീക്ഷിക്കുകയാണ്. രണ്ടു കൂട്ടരും അവരുടെ പൊതു താല്പര്യം സംരക്ഷിക്കുകയാണ്. BJP CPM-നെ സഹായിച്ചാലും CPM BJP-യെ സഹായിച്ചാലും പരസ്പര ധാരണയിൽ രണ്ടു കൂട്ടരും സംരക്ഷിക്കുന്നത് അവരവരുടെ താല്പര്യമാണ് എന്നതൊരു പ്രധാന വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ മുഖങ്ങളെ കളത്തിലിറക്കാൻ CPIM. കോഴിക്കോട്, വടകര, പൊന്നാനി, കൊല്ലം സീറ്റുകളിൽ ധാരണയായി. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു. കൊല്ലത്ത് മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടെന്ന് M മുകേഷ് MLA 24-നോട് പറഞ്ഞു. ഈ മാസം 27-ന് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കോഴിക്കോട് എളമരം കരീമും വടകരയിൽ KK ശൈലജയും മത്സരിക്കുമെന്നുറപ്പായി.
ജില്ലാ കമ്മിറ്റി പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. എളമരം രാജ്യസഭാ MP സ്ഥാനം 4 മാസത്തിനുള്ളിൽ ഒഴിയണം. ഒപ്പം ജില്ലയിലെ ജനസ്വീകാര്യതയും നറുക്കുവീഴാൻ കാരണമായി. വടകരയിൽ KK ശൈലജ വന്നാൽ പാർട്ടി വോട്ടുകൾക്ക് പുറമെ സാധാരണക്കാരുടെ വോട്ടുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ മട്ടന്നൂർ MLA ആണ് KK ശൈലജ. UDFന്റെ സിറ്റിംഗ് സീറ്റുകളായ കോഴിക്കോടും വടകരയിലും നിലവിലെ MPമാർ തന്നെ മത്സരിക്കുമെന്നതിൽ തീരുമാനമായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് LDF ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നുറപ്പായി. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയും ഐക്യകണ്ഠേന തോമസ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചു. കൊല്ലത്ത് മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടെന്ന് M. മുകേഷ് പറഞ്ഞു. 24 അവതാരപ്പുലികൾ പരിപാടിയിലാണ് സ്ഥാനാർത്ഥിയാകുമെന്ന് മുകേഷ് പറയാതെ പറഞ്ഞത്. കുറെ നാളായിട്ട് പാകപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ എന്ന് പറയാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയായിട്ടും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്തതിന് ശേഷമേ എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ. DYFI സംസ്ഥാന പ്രസിഡന്റായ V. വസീഫ് കോഴിക്കോട് മത്സരിക്കുമെന്ന സൂചനകൾ ആദ്യം പുറത്തുവന്നെങ്കിലും ഒടുവിലത് പൊന്നാനിയിൽ ഉറപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റി വസീഫിന്റെ പേരാണ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിലവിലെ MP NK പ്രേമചന്ദ്രൻ തന്നെ ഇത്തവണയും UDFന് വേണ്ടി മത്സരിക്കും. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു സസ്പെൻസും ഉണ്ടായില്ല. NK പ്രേമചന്ദ്രൻ MPയുടെ ഉറപ്പായിരുന്ന സ്ഥാനാർത്ഥിത്വം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്ന് മാത്രം. RSP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായാണ് NK പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത്. കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി സഖാവ് NK പ്രേമേന്ദ്രനെ വീണ്ടും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UDF സമിതിയെ തീരുമാനം അറിയിച്ചു. അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. NK പ്രേമചന്ദ്രന് ലോക്സഭയിലേക്ക് ഇത് 5ാം അംഗം. 1996-ലും 1997-ലും LDF ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു. 2014-ൽ മുന്നണി മാറ്റത്തിന് ശേഷം UDFിലെത്തിയ NK പ്രേമചന്ദ്രൻ MA ബേബിയെ പരാജയപ്പെടുത്തി. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുക എന്നത് CPIM തന്ത്രമെന്നും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് UDFിനുണ്ടെന്നും NK പ്രേമചന്ദ്രൻ 24നോട് പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM എടുത്തിട്ടുള്ള ഒരു തന്ത്രം വ്യക്തിഹത്യയിലൂടെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ അപവാദ പ്രചരണം നടത്തി രാഷ്ട്രീയമായും വ്യക്തിപരമായും പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാനുള്ള കഴിവും കരുത്തും ശക്തിയും ഐക്യജനാധിപത്യ മുന്നണിക്കൊണ്ടൊന്ന്. പിന്നെ എന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. M. മുകേഷ് MLAയുടെ പേരാണ് കൊല്ലത്ത് LDF സജീവമായി പരിഗണിക്കുന്നത്. കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കാനാണ് BJP നീക്കം. 24 തിരുവനന്തപുരം. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ വിശദീകരണവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഒരു കുറ്റവും ചെയ്യാതെ തന്നെ പ്രതിയാക്കുകയാണെന്ന് മന്ത്രി 24ന്റെ അവതാരപ്പുലികൾ പരിപാടിയിൽ പറഞ്ഞു. മുൻ മന്ത്രി ആന്റണി രാജുവുമായി തനിക്ക് ഒരു വിരോധവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്റെ ഓഫീസിലെത്തി ബഹളം വെച്ചെന്ന വാർത്തയും മന്ത്രി നിഷേധിച്ചു. അല്ല, അദ്ദേഹത്തോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ പറയുക, അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. അത് ഞാൻ സംഘടിപ്പിച്ച പ്രോഗ്രാം അല്ല. അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞു, അത് തിരുത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. അത് തിരുത്തേണ്ടത് ഞാനല്ല, ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് മുൻമന്ത്രി ആന്റണി രാജുവിനെ ഒഴിവാക്കിയത് താനല്ലെന്നാണ് KB ഗണേഷ് കുമാർ വിശദീകരിക്കുന്നത്. ആ പരിപാടിയുടെ സംഘാടകർ തിരുവനന്തപുരം നഗരസഭയായിരുന്നു. ഉദ്ഘാടനത്തിന് തന്നെ വിളിച്ചതാകട്ടെ മന്ത്രി MB രാജേഷും. വിഷയത്തിൽ ആന്റണി രാജു തെറ്റിദ്ധരിച്ചതാണ്. തനിക്ക് ആന്റണി രാജുവിനോട് ഒരു വിരോധവുമില്ല. ട്രിവാൻഡ്രം കോർപ്പറേഷൻ സംഘടിപ്പിച്ചതാണ്. ഉദ്ഘാടനം ചെയ്തത് MB രാജേഷ് മിനിസ്റ്ററാണ്. ഞാനൊരു അതിഥി മാത്രമായിരുന്നു. ബാക്കി അവരുടെ പ്രോഗ്രാമാണ്. എല്ലാ കൗൺസിലേഴ്സും അവരുടെ ചെയർപേഴ്സൺസും എല്ലാം വേദിയിലുണ്ടായിരുന്നു. നോട്ടീസ് അടിച്ച അവരാണ്. ആ നോട്ടീസ് കാണാതെയാണ് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത്. ഗണേഷ് കുമാർ ആരെയോ മാറ്റി നിർത്താൻ വേണ്ടി. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പ്രശസ്തി നേടേണ്ട കാര്യമില്ല. ഗതാഗത സെക്രട്ടറിയെ മാറ്റണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ഒരു ഉദ്യോഗസ്ഥരുമായും പ്രശ്നങ്ങളില്ലെന്നും KB ഗണേഷ് കുമാർ 24നോട് വ്യക്തമാക്കി. 24 പത്തനംതിട്ട. തിരികെ വാർത്തയിലേക്ക്. BJP ദേശീയ കൗൺസിലിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസത്തിന്റെയും ജാതിയുടെയും പേരിൽ കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുവെന്ന് വിമർശനം. 400-ലധികം സീറ്റുകൾ നേടി NDA വീണ്ടും അധികാരത്തിലെത്തുമെന്നും അടുത്ത 100 ദിവസം BJP പ്രവർത്തകർ പുതിയ ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചു. കള്ളം പറയാൻ പ്രതിപക്ഷത്തിന് ഒരു മടിയുമില്ലെന്ന് ഇന്ത്യ മുന്നണിയെ ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
हमें सबका विश्वास हासिल करना है और जब सबका प्रयास होगा तो देश की सेवा के लिए सबसे ज्यादा सीटें भी बीजेपी को ही मिलेगी. കുടുംബവാഴ്ചയും അഴിമതിയും നിറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. കഴിഞ്ഞ 10 വർഷത്തെ NDA ഭരണത്തിലൂടെ അഴിമതിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനായെന്നും അടുത്ത 5 വർഷം രാജ്യ വികസനത്തിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കർഷക സമര പശ്ചാത്തലത്തിൽ കർഷകർക്കായി നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളും പ്രധാനമന്ത്രി വിശദീകരിച്ചു. 3ാം തവണയും 400-ലധികം സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രി അതിനായി BJP 370 സീറ്റുകൾ നേടണമെന്നും പറഞ്ഞു. അടുത്ത 100 ദിവസം പുതിയ വോട്ടർമാരിൽ സർക്കാർ നേട്ടങ്ങൾ എത്തിക്കുവാനും പ്രവർത്തകരോട് മോദി ആഹ്വാനം ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി ജൂൺ വരെ നീട്ടിയ തീരുമാനം കൗൺസിൽ അംഗീകരിച്ചു. 24 ഡൽഹി. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.